ഹായ് ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ. നിങ്ങൾ എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് നല്ലപോലെ പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ റിസൾട്ട് ഒക്കെ? അടിപൊളിയായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പൊ എന്തായാലും നമുക്ക് പുതുതായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വീണ്ടും പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ദ വേൾഡ് ഓഫ് ചേഞ്ച്, മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് മിസ് പറഞ്ഞിരുന്നു. നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. എന്താണ് ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ആകൃതി, അതിന്റെ വലുപ്പം, അതിന്റെ അവസ്ഥ, ഈ 3 ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക ഗുണമായിട്ട് കണക്കാക്കാറ്. അതായത് ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ ഭൗതിക ഗുണങ്ങളിലാണ് മാറ്റം വരിക. അതേ നോക്കിക്കേ, നിങ്ങൾ ഇവിടെ എക്സ്പാൻഡിങ്, മെൽറ്റിംഗ്, ബ്രേക്കിംഗ് ആൻഡ് ടിയറിംഗ് ആർ ഫിസിക്കൽ ചേഞ്ച്. ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്റ്റേറ്റ് ആർ കോൾഡ് ഫിസിക്കൽ ചേഞ്ചസ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, മെൽറ്റ് ചെയ്യുമ്പോൾ, ബ്രേക്ക് ചെയ്യുമ്പോൾ, ടിയർ ചെയ്യുമ്പോഴൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്. ഫിസിക്കൽ ചേഞ്ചിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ പുതിയ സബ്സ്റ്റൻസുകളൊന്നും രൂപപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് എനർജി അബ്സോർബ് ചെയ്യാനും എനർജി റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു പേപ്പർ, ആ പേപ്പറിനെ നമ്മൾ കീറുന്നു, ടിയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ പേപ്പറിന്റെ പുതിയ കഷ്ണങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെ. പുതുതായിട്ടുള്ള ഒരു സാധനമാണോ അത്? അല്ല, ഓൾറെഡി ഉണ്ടായിരുന്ന പേപ്പറിന്റെ സൈസിൽ എന്ത് വന്നു? മാറ്റം വന്നു. അതിന്റെ ഷേപ്പിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. ഒരു കുപ്പി ഗ്ലാസ് പൊട്ടുന്ന സമയത്തും ഇത് തന്നെയല്ലേ. പുതിയ സാധനങ്ങളൊന്നും തന്നെ അവിടെ രൂപപ്പെടുന്നില്ല. അപ്പൊ എക്സാമ്പിൾസ് ചോദിക്കും നിങ്ങൾക്ക്. ബോയിലിംഗ് വാട്ടർ, മിക്സിംഗ് സാൻഡ് വിത്ത് വാട്ടർ, ബ്രേക്കിംഗ് ഗ്ലാസ്, ഇതൊക്കെ എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ? എന്താണ് ഈ ഒരു കെമിക്കൽ ചേഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. രാസമാറ്റം അല്ലെ. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങൾ നടക്കുമ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. രാസഗുണങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് അത് എന്ത് ചെയ്യും? മാറും. ഒരു പഞ്ചസാര നമ്മൾ ഇരുന്ന് ചൂടാക്കുമെന്ന് വിചാരിച്ചോ. ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറുത്ത കളറുള്ള കാര്യമാണ് കിട്ടുക. കാരണം എന്താ? വെളുത്ത പഞ്ചസാരയുടെ ഗുണങ്ങളൊക്കെ മാറി ഇപ്പൊ അതെന്തായി? കറുത്ത കളറിൽ അല്ലെ, കാർബണിന്റെ ഒരു കോമ്പൗണ്ട് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്ത സാധനമാണോ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുക? അല്ല, അതൊരു പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് തന്നെ മാറി. അപ്പൊ ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ആണ്. ഫോട്ടോസിന്തസിസ്, ഡൈജഷൻ, കമ്പഷൻ ഓഫ് പ്രൊപ്പൈൻ, ഫ്രൈങ് എഗ്, ഫയർ ബേണിംഗ് വുഡ്, ഇതൊക്കെ നിങ്ങൾക്ക് കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോ എന്റെ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അത് ഓർത്തു വെക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ബൈ, സീ യു, ടേക്ക് കെയർ.